വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള മണ്ഡല പുനരേകീകരണ ഭേദഗതി ബിൽ ഇപ്പോൾ പാർലമെന്റിൽ അവതരണാനുമതി കടന്നിരിക്കുന്നു. അതായത് ലോക്സഭയിൽ ഈ ബിൽ അവതരണത്തിന് അനുമതി തേടിയപ്പോൾ തന്നെ പ്രതിപക്ഷത്ത് നിന്ന് വലിയ വിമർശനം ആണ് ഉയർന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് ആദ്യം സംസാരിച്ചത് കെ.സി. വേണുഗോപാൽ എം പി ആയിരുന്നു. ഇത് ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യുന്ന ബിൽ എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം, കോൺഗ്രസിന്റെ നിലപാട്. പിന്നീട് സംസാരിച്ച എൻ.കെ. പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ CPIM-ന് വേണ്ടി സംസാരിച്ച രാധാകൃഷ്ണനും സമാനമാകുന്ന തരത്തിൽ തന്നെ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത്. അഖിലേഷ് യാദവും DMK-യും തൃണമൂൽ കോൺഗ്രസും ബില്ലിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. ഒടുവിൽ അവതരണാനുമതിക്ക് ശബ്ദ വോട്ടോടുകൂടിയുള്ള അനുമതി തേടുമ്പോൾ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വോട്ടെടുപ്പിലൂടെ ആണ് ഇപ്പോൾ ബില്ലിന് അനുമതി തേടിയിട്ടുള്ളത്. നിലവിൽ നമുക്ക് കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പാർലമെന്റിന്റെ ലോക്സഭയിൽ 540 അംഗങ്ങളിൽ 333 പേർ ആണ് ഈ സഭാ സമ്മേളനത്തിന്റെ ഈ ദിനത്തിൽ ഇപ്പോൾ പാർലമെന്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പങ്കെടുക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 207 അംഗങ്ങളും സഭയിൽ ബിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി തേടിയിട്ടുള്ള നടപടിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. 126 അംഗങ്ങൾ ആണ് വോട്ടെടുപ്പിലൂടെ എതിർത്തത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ബിൽ ഇനി അവതരിപ്പിക്കാൻ പോകുന്നു. ഇനി 2 ദിവസത്തെ ചർച്ച, അതാണ് ലോക്സഭയിൽ അനുമതി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ബിൽ അവതരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ബില്ലിനെ കുറിച്ച് വിശദീകരിച്ചേക്കും എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും പാർലമെന്റിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ഉണ്ട് താനും. ഇനി ചർച്ചകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആണ് സഭയിൽ ഈ ബില്ലിന്മേലുള്ള ചർച്ചകൾ നടക്കുക. പിന്നീട് വോട്ടെടുപ്പിലേക്ക് കടക്കും. വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ബിൽ പാസ്സാക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ബില്ല് അവതരണാനുമതി തേടുമ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുന്നു. പിന്നീട് അവതരണാനുമതി തേടിയത് തന്നെ വോട്ടെടുപ്പിലൂടെ എന്നതാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷം അത് തീരുമാനിച്ചിരുന്നതാണ്. ഈ ബില്ലിന്റെ അവതരണ അനുമതിയുടെ ഘട്ടം മുതൽ തന്നെ വോട്ടെടുപ്പ് ആവശ്യപ്പെടണം എന്നുള്ളത്. സാധാരണഗതിയിൽ ബില്ല് അവതരണത്തിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് അംഗീകരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം അതിൽ ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ അത് അംഗീകരിക്കണം. അങ്ങനെ പ്രതിപക്ഷം ഡിവിഷൻ ആവശ്യപ്പെട്ടു. 333 പേരാണ് 544 അംഗ ലോക്സഭയിൽ 331 പേരാണ് ഇന്നിപ്പോൾ പങ്കെടുത്തിരുന്നത്. അതിൽ 207 പേരാണ് ബില്ലിന് അനുമതി നൽകണം, അവതരണാനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് യെസ് ബട്ടൺ അമർത്തിയത്. 126 പേരാണ് നോ ബട്ടൺ അമർത്തിയത്. എന്തായാലും ബില്ലിന് ഇപ്പോൾ അവതരണാനുമതിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ബില്ല് അവതരണമാണ് തൊട്ടു പിന്നാലെ നടക്കാൻ പോകുന്നത്. അതിനുശേഷമാവും വിശദമായ ചർച്ച നടക്കുക. ഓരോ പാർട്ടികൾക്കും അവരുടേതായ സമയക്രമമുണ്ട്. ആ സമയക്രമത്തിനനുസരിച്ചാണ് ചർച്ച നടക്കുക. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസമായിട്ടാണ് സഭയുടെ പാർലമെന്റ് പ്രത്യേക സമ്മേളനം ചേരുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതിൽ ഏറ്റവും പ്രധാനം 2/3 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ബില്ല് പാസ്സാക്കാൻ കഴിയൂ. ഇപ്പോൾ ഇന്ന് ആകെ എത്ര പേരാണോ സഭയിൽ ആ സമയത്ത് പ്രസന്റ് ആയിരിക്കുന്നത്, അങ്ങനെ സഭയിൽ ഹാജരായ അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം വേണം എന്നുള്ളതാണ് നിലപാട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 333-ൽ 207, 126, അത് 2/3 ഭൂരിപക്ഷം എന്തായാലും അത് ആ വിഷയത്തിൽ ഇല്ല. 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നടപ്പാക്കാൻ കഴിയൂ. പക്ഷേ ബില്ലിന്റെ വോട്ടെടുപ്പ് വരുന്ന ഘട്ടമാകുമ്പോഴേക്കും എല്ലാ MP-മാരും ബംഗാളിലും തമിഴ്നാട്ടിലും ആസാമിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രധാനമായും ഇതിനെ എതിർക്കുന്ന MP-മാർ കൂടുതലുള്ളത് ബംഗാളിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ്. DMK-യുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും MP-മാരാണ് ഏറ്റവും കൂടുതൽ. രണ്ട് വലിയ പ്രധാനപ്പെട്ട പാർട്ടികൾ, ബില്ലിനെതിരെ ശക്തമായ നിലപാടെടുത്ത 2 പാർട്ടികൾ. പക്ഷേ ഈ 2 സംസ്ഥാനത്തു നിന്നുള്ള MP-മാരും കടുത്ത തെരഞ്ഞെടുപ്പ് തിരക്കുകൾ നിൽക്കുകയാണ്. 23-ന് അടുത്ത വ്യാഴാഴ്ചയാണ് ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അടുത്ത വ്യാഴാഴ്ചയാണ് തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ലാപ്പിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട MP-മാർക്ക് പൂർണ്ണമായും അവിടെ നിന്ന് മാറി ഡൽഹിയിലെത്തി ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ MP-മാരും എത്തിയില്ലെങ്കിലും എപ്പോഴാണോ ബില്ലിൻ്റെ വോട്ടെടുപ്പ്, നാളെ മറ്റന്നാളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നതെങ്കിൽ ആ വോട്ടെടുപ്പ് സമയത്ത് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പാർട്ടികളൊക്കെ
പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ ബില്ലിനെതിരെയുള്ള അതിശക്തമായ എതിർപ്പ് അതിൻ്റെ സാങ്കേതിക വിഷയത്തിലടക്കം എൻ കെ പ്രേമചന്ദ്രനടക്കം ഈ ബിൽ അവതരണത്തിലെ സാങ്കേതികതയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എതിർപ്പ് ഉന്നയിച്ചത്. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ബില്ലിലെ പ്രധാനപ്പെട്ട നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷ പാർട്ടികളാകെ ഉന്നയിച്ചത്. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ബില്ല് അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും വ്യവസ്ഥകളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവിടെ ചർച്ചയാവാം എന്നുള്ള നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ സ്വീകരിച്ചത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി പ്രധാനമന്ത്രി ലോക്സഭയെ അഭിസംബോധന ചെയ്യും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്താവും എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഇപ്പോൾ കൊണ്ടുവരുന്ന 131 ഭരണഘടനാ ഭേദഗതി എന്നാൽ അത് നിലവിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന എംപിമാരുടെ എണ്ണത്തിൽ 50% കൂടി വർധനവ് ഏർപ്പെടുത്തുക. 850 എംപിമാരായി 540 നിന്ന് 850 എംപിമാരായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അത് 850 എംപിമാരാകുമ്പോൾ അതിൽ 50% വർധനമാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാണ് 50% വർധനവ് നടത്തുന്നതിനെ സംബന്ധിച്ചാണ് പലതരത്തിലുള്ള തർക്കങ്ങളുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും പറയുന്നത് നിലവിലുള്ള അംഗസംഖ്യയിൽ തന്നെ 1/3 പേർക്ക് വനിതകൾക്ക് സംവരണം ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൂർണ്ണമായും വനിതാ സംവരണം നടപ്പാക്കാൻ കഴിയും. എന്നാൽ BJP മുന്നോട്ട് വെക്കുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല അതല്ല. നിലവിലുള്ള അംഗങ്ങൾക്ക് 1/3 പേർക്ക് വനിതകൾക്കായി സംവരണം ചെയ്താൽ അത് സ്വാഭാവികമായി ഇപ്പോഴുള്ള പുരുഷന്മാരുടെ അവസരം കുറയ്ക്കും എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് കൂടുതൽ അംഗസംഖ്യ കൂട്ടുക, അതിനുശേഷം നിലവിൽ അതിൻ്റെ 1/3 പേർക്ക് വനിതകൾക്കായി ആ 1/3 സീറ്റുകൾ സംവരണം ചെയ്യുക. അത്തരം ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് കൂട്ടുന്നത് ജനസംഖ്യ ആനുപാതികമായി കൂട്ടുക എന്നുള്ള ഫോർമുലയാണ് യഥാർത്ഥത്തിൽ ബില്ലിൻ്റെ കരടിലുള്ളത്. എന്നാൽ BJPയുടെ നേതാക്കൾ അനൗദ്യോഗികമായിട്ടടക്കം പറയുന്നത് അങ്ങനെയല്ല. നിലവിൽ ഓരോ സംസ്ഥാനത്തിനും എത്ര ലോക്സഭാ സീറ്റുകളുണ്ടോ അതിൻ്റെ 50% വീതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശൈലി എന്നുള്ള ആ ഫോർമുലയായിരിക്കും ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണമോ അല്ലെങ്കിൽ കൃത്യമായൊരു ഉറപ്പോ കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രിയിൽ നിന്നോ ആഭ്യന്തരമന്ത്രിയിൽ നിന്നോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉറപ്പ് പ്രധാനമന്ത്രി ഇന്ന് സഭയ്ക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഉറപ്പ് നൽകിയാലും നിലവിൽ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയത്തിലേക്ക് നീങ്ങിയാൽ അത് BJP എപ്പോഴും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്ക് അനുകൂലമായ തരത്തിലേക്ക് മണ്ഡലങ്ങളെ പുനർനിർവഹിക്കുകയും BJPക്ക് വിജയം ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള പുനർനിർണയമാവും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് ഇന്ത്യ ബ്ലോക്ക് ഒരുങ്ങുന്നത്. യെസ്, തീർച്ചയായും ഒട്ടേറെ അവ്യക്തതകൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് 850 ലോക്സഭാ സീറ്റുകൾ ആക്കി ഈ സീറ്റുകളുടെ എണ്ണം ഉയർത്തുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം എന്നതിലാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത്. ജനസംഖ്യ ആനുപാതികമായിട്ടായിരിക്കും സീറ്റുകൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ തന്നെ കാര്യമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ 7 ലക്ഷത്തിൽ അധികം വരുന്ന ആളുകൾക്ക് ഒരു ജനപ്രതിനിധി എന്നതായിരുന്നുവെങ്കിൽ പിന്നീട് അത് 10 ലക്ഷം എന്ന നിലയിലേക്കൊക്കെ ഉയർന്ന സാഹചര്യം ആണ് ഉള്ളത്. ഏറ്റവും ഒടുവിലത്തെ ഡേറ്റകൾ അനുസരിച്ച് അംഗബലം ഉയർത്തിയാൽ ഏതാണ്ട് 1200-1400 എംപിമാർ വരെ രാജ്യത്തുണ്ടാകുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനൗദ്യോഗികമായെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല, മറിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും എംപിമാരുടെ എണ്ണത്തിൽ 50% വർധനവ് വരുത്തും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അധികം എംപിമാർ ലഭ്യമാവുകയും അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ എംപിമാരുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെടുകയും ചെയ്യും എന്നത് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിന്റെ കണക്ക് തന്നെ പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ 20 എംപിമാർ ആണ് ഉള്ളത്. ആ 20 എംപിമാരുടെ എണ്ണം എന്നത് 30 ഉയരുന്നു. 10 എംപിമാരുടെ എണ്ണം ആണ് ഉയരുന്നത്. അതേസമയം ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്കാകട്ടെ നിലവിൽ തന്നെ 80 എംപിമാർ ഉണ്ട്. അങ്ങനെയുള്ള എംപിമാരുടെ എണ്ണം 120 ഉയരുന്നു. അവിടെയൊക്കെ BJPക്ക് വലിയ സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് തന്നെ BJPക്ക് സ്വാധീനമില്ലാത്ത ദക്ഷിണേന്ത്യൻ മേഖലകളിലെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള മാർജിനിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും എന്ന സാങ്കേതികത്വം കൂടിയാണ് ഉയർത്തിക്കാണിക്കുന്നത്. ഇപ്പോഴിതാ ഈ വോട്ടെടുപ്പിലൂടെയാണ് ഈ ബില്ലിന് അവതരണാനുമതി തന്നെ നേടാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഒക്കെ വോട്ടെടുപ്പുകൾ കൂടി നിർണായകമാകുന്നത്.
നമ്മൾ വളരെ പെട്ടെന്ന് ആ കണക്ക് പരിശോധിക്കുമ്പോൾ ലോക്സഭയിലെ കണക്കിലേക്ക് പോവുകയാണ് എങ്കിൽ 540 അംഗങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളത് 333 പേർ ആണ്. ഈ ബില്ല് അവതരണാനുമതി ആയതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രം മതി. അതായത് 2/3 ഭൂരിപക്ഷം എന്നത് ആവശ്യമില്ല, മറിച്ച് ഭൂരിപക്ഷം ലഭിച്ചാൽ തന്നെ അത് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബില്ലിന് ഇപ്പോൾ അവതരണാനുമതി ലഭിക്കുന്നു. 207 അംഗങ്ങൾ പിന്തുണച്ചിരിക്കുന്നു, 126 അംഗങ്ങൾ എതിർത്തു എന്നുള്ളതാണ്. ഇത് ഇനി പ്രേക്ഷകരുമായി വളരെ പ്രധാനപ്പെട്ട വിവരം പങ്കുവെക്കാനുള്ളത്, ഈ ബിൽ ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ 2/3 ഭൂരിപക്ഷം ആണ് പാർലമെന്റിന്റെ ലോക്സഭയിൽ ഈ ബിൽ പാസ്സാക്കിയെടുക്കാൻ സർക്കാരിന് ആവശ്യം എന്നതാണ്. അവിടെ അംഗബലം NDAയുടേത് 289 മാത്രമാണ്. ഇന്ത്യ സഖ്യത്തിന് 243 അംഗങ്ങളുടെ പിന്തുണയുണ്ട്, മറ്റുള്ളവർ 13 എന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ബില്ലിനെ എതിർക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ മനസ്സിലാകും 2/3 ഭൂരിപക്ഷം എന്നതിന് അത്ര എളുപ്പമുള്ള കാര്യം അല്ല എന്ന്. രാജ്യസഭയിലേക്ക് വരുമ്പോഴും കണക്കുകൾ അപ്രകാരം തന്നെയാണ്. രാജ്യസഭയിൽ നിലവിലുള്ളത് 244 എംപിമാരാണ്. അതിൽ NDAയ്ക്ക് 141 അംഗങ്ങൾ ആണുള്ളത്. ഇന്ത്യ സഖ്യത്തിന് 86 അംഗങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പട്ടിക പരിശോധിച്ചാൽ 17 എന്നതാണ്. അവിടെയും 2/3 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 163 പേരുടെ പിന്തുണ ആവശ്യമായിട്ടുണ്ട് എന്നതാണ്. ആ അംഗസംഖ്യയിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമല്ല NDAയ്ക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതാണ് നിലവിൽ നേരിടുന്ന പ്രതിസന്ധി. എന്തു തന്നെയാണെങ്കിലും വനിതാ സംവരണ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മണ്ഡല പുനർനിർണയം, അതുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ ആണ് പാർലമെന്റിൽ ഇനി അവതരിപ്പിക്കുന്നത്. അതിന് അവതരണാനുമതി ലഭിച്ചിരിക്കുന്നു. വോട്ടെടുപ്പിലൂടെയാണ് അവതരണാനുമതി തേടിയത്. ഇനി ചർച്ചയാണ്. ചർച്ചകൾക്ക് ശേഷമാണ് പിന്നീട് വോട്ടെടുപ്പിലേക്ക് കടക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.